എണ്ണ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വരി നിൽക്കുന്ന പഴയ ഇന്ത്യയല്ല ഇത്, മറിച്ച് എണ്ണപ്പാടങ്ങൾ തന്നെ മൊത്തത്തോടെ വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള അതിശക്തമായ പുതിയ ഇന്ത്യയാണ്. അതെ, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ രംഗത്ത് ചരിത്രപരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് കളമൊരുങ്ങുന്നു. അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വെനസ്വേലയിൽ വൻകിട എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം അവസാന ഘട്ടത്തിലാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ആഗോള ഊർജ്ജ വിപണിയിൽ ഇന്ത്യ വെറും ഒരു എണ്ണ ഉപഭോക്താവ് എന്ന നിലയിൽ നിന്ന് ഉടമസ്ഥൻ എന്ന വലിയ ഗാംഭീര്യത്തിലേക്ക് മാറും. വെനസ്വേലൻ പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള PDVSAയുടെ 2 എണ്ണപ്പാടങ്ങളുടെ ഓഹരികൾ പൂർണ്ണമായോ ഭാഗികമായോ ഏറ്റെടുക്കാനാണ് ഇന്ത്യൻ കമ്പനിയായ ONGC വിദേശ് US ട്രഷറി വകുപ്പിനോട് അനുമതി തേടിയിരിക്കുന്നത്. നിലവിൽ സാൻ ക്രിസ്റ്റോബൽ എണ്ണപ്പാടത്തിന്റെ 40% ഓഹരികളും ONGC വിദേശിന്റെ കൈവശമുണ്ട്. കാരാബോബോ 1 എണ്ണപ്പാടത്താകട്ടെ ONGCക്ക് 11%, ഇന്ത്യൻ ഓയിൽ ഇന്ത്യ എന്നിവയ്ക്ക് 3.5% ഓഹരികളുണ്ട്. സ്പാനിഷ് കമ്പനിയായ റെപ്സോളിനും ഇവിടെ നിക്ഷേപമുണ്ട്. ഈ ഓഹരി പങ്കാളിത്തം പൂർണ്ണമായും വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇതിനായി 2024 തന്നെ ONGC അമേരിക്കയോട് ഉപരോധ ഇളവ് ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് ഇവിടെ നിന്ന് ഇന്ത്യക്ക് കിട്ടാനുള്ള $50 കോടി, അതായത് ഏകദേശം 4800 കോടി രൂപയുടെ ലാഭവിഹിതം കുടിശ്ശികയായി കിടപ്പുണ്ട്. ഇന്ത്യ ഈ എണ്ണപ്പാടങ്ങൾ ഏറ്റെടുത്താൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഒറ്റ വർഷം കൊണ്ട് അവിടുത്തെ ഉൽപാദനം പ്രതിദിനം 12,000 ബാരലിൽ നിന്ന് 50,000 ബാരലായി കുതിച്ചുയരും. അതായത് ഇന്ത്യയുടെ സ്വന്തം എണ്ണ. ഭൗമരാഷ്ട്രീയമായി നോക്കിയാൽ ഇതൊരു മാസ്റ്റർ സ്ട്രോക്കാണ്. നിക്കോളാസ് മഡൂറോയെ പുറത്താക്കി അമേരിക്ക വെനസ്വേലയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് സ്വാധീനം പൂർണ്ണമായും പിഴുതെറിയാൻ ട്രംപ് ആഗ്രഹിക്കുന്നു. അടുത്തിടെ ചില US കമ്പനികൾക്ക് വെനസ്വേലയിൽ സമാനമായിട്ടുള്ള രീതിയിൽ ഓഹരി പങ്കാളിത്തം കൂട്ടാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകിയിരുന്നു. ഇതേ മാതൃകയിൽ അനുകൂലമായ തീരുമാനം ഇന്ത്യയും പ്രതീക്ഷിക്കുന്നുണ്ട്. ചൈനയ്ക്ക് പകരം അമേരിക്കയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരു വൻശക്തി ഇന്ത്യയാണ്. വെനസ്വേലൻ എണ്ണ കൂടുതലായി വാങ്ങി അവരുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു ഗ്യാരണ്ടീഡ് മാർക്കറ്റ് ലോകത്ത് വേറെ തന്നെ ഇല്ല. അമേരിക്കയോട് യാചിക്കുകയല്ല, മറിച്ച് ഈ നയതന്ത്ര തുറുപ്പുചീട്ട് ഉപയോഗിച്ചുള്ള കൃത്യമായിട്ടുള്ള വിലപേശലിലൂടെയാണ് ഇന്ത്യ ഈ ആസ്തികൾ വെട്ടിപ്പിടിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാവുന്ന പശ്ചിമേഷ്യയെ മാത്രം എണ്ണയ്ക്കായി ആശ്രയിക്കുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വളരെ അകലെയുള്ള ലാറ്റിൻ അമേരിക്കയിൽ സ്വന്തമായി എണ്ണപ്പാടങ്ങൾ ഉണ്ടാകുന്നത് വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കുന്നതിലെ ഇന്ത്യയുടെ വലിയ വിജയമാണ്. ഇതിലൂടെ ലഭിക്കുന്ന ഇക്വിറ്റി ഓയിൽ ഒപെക് രാജ്യങ്ങൾ എണ്ണവില വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ഭാവിയിൽ ഇന്ത്യക്ക് വലിയ കരുത്താകും ഈ ഇക്വിറ്റി ഓയിൽ കൊണ്ട്. ഉപരോധങ്ങളെയും പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റി ആഗോളതലത്തിൽ അതിശക്തമായ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.